ഇന്ന് നമ്മൾ കിഴക്കമ്പലത്താണ് വന്നുള്ളത്. കിഴക്കമ്പലത്ത് 5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. ഇത് വരുന്നത് കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ്. പുക്കാട്ടുപടി ജംഗ്ഷൻ വരുന്നത് 6 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. ആലുവ പെരുമ്പാവൂർ ഭാഗത്തേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ്. ഇനി നമ്മൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വന്നുള്ളത്. പുതിയതായിട്ട് ടാർ ചെയ്തിരിക്കുകയാണ്. ഇനി വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ളൊരു എലവേഷൻ കൊടുത്തിട്ടുണ്ട്. മതിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. 2 പില്ലറിൽ ലൈറ്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. കോമ്പൗണ്ട് വലുത് തന്നെയാണ്. അപ്പോൾ 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഞാനിപ്പോൾ പോർച്ചിലേക്കാണ് വരുന്നത്. വലിയൊരു വാഹനം നമ്മുടെ പോർച്ചിനകത്ത് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഇത് വരുന്നത് നോർത്ത് സൈഡും ഇത് വരുന്നത് വെസ്റ്റ് സൈഡുമാണ്. അപ്പം നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഇതിന് ഫ്രണ്ടിലായിട്ട് ഭംഗിയായിട്ട് ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് പച്ചക്കറിയാണ് നട്ടിട്ടുള്ളത്. നല്ല തക്കാളി ചെടികൾ ഇട്ടിട്ടുണ്ട്, പ്ലാവ് വരുന്നുണ്ട്. സ്പേസ് ഭംഗിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റ് ഭാഗത്തേക്ക് വരാം. ഇവിടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് കൊടുത്തുള്ളത്. ഇവിടെയായിട്ട് ചീരയും വഴുതനയൊക്കെ നട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയായിട്ട് ടാപ്പ് പോയിൻ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ വീടിൻ്റെ എലവേഷന് യോജിക്കുന്ന രീതിയിൽ പ്ലാന്റഡ് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഇനി ചെടികൾ വരാനുണ്ട്. 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണ്. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. 2-3 ചെയർ ഇടാനുള്ള സ്പേസും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നേരെ നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണ്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് നോർത്തിലേക്കാണ്. വടക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഡോറ് തന്നെയാണ് ഇതിനും വന്നുള്ളത്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. നല്ല മരത്തിൽ തന്നെയാണ് ഡോറ് കൊടുത്തുള്ളത്. നമ്മളിപ്പോൾ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് കോർണർ സോഫ സെറ്റ് ഇടാവുന്നതാണ്. ഇവിടെ വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വരാം, അതായത് നമ്മുടെ TV സ്പേസിലേക്ക് വരാം. വലിയൊരു TV ഹാങ് ചെയ്യാനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗർജൻ പ്ലൈവുഡിലാണ് ചെയ്തുള്ളത്. സ്റ്റോറേജ് സ്പേസും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഡൈനിങ് ഏരിയ ഭംഗിയായിട്ട് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. നേരെ ഡൈനിങ്ങിലേക്ക് വരാം. അതിവിശാലമായുള്ളൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. 6 ചെയറിൻ്റെയോ 8 ചെയറിൻ്റെയോ ഈസി ആയിട്ട് ഇടാനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഇത് നോർത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും TV വയ്ക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പവർ സോക്കറ്റൊക്കെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചണിലേക്ക് പോകുന്ന എൻട്രൻസിൽ തന്നെയായിട്ടൊരു ക്യൂരോ ക്യാബിനറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കോക്കറി ഷെൽഫായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ അകത്തേക്ക് കയറാം. കിച്ചൺ വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എക്സോസ്റ്റിനുള്ള ഹോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വശങ്ങളെല്ലാം കബോർഡ് ചെയ്തിരിക്കുകയാണ്. താഴെയും കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നത്. നാനോവൈറ്റാണ്. വശങ്ങളിൽ ഭിത്തിയിൽ ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് കൊടുത്തുള്ളത്. പവർ പോയിൻ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് സിങ്ക് വന്നിരിക്കുകയാണ്. ഒരു ടാപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ ധാരാളം കബോർഡുകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്രിഡ്ജ് വെക്കാനൊരു സ്പേസും നമുക്കിവിടെയുണ്ട്. ഇത് നമുക്ക് വർക്ക് ഏരിയയിലേക്ക് വരാം. കവേർഡ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ്. ഇവിടെയും L ഷേപ്പിലാണ് സ്ലാബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്, ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്, പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഫുള്ള് റൂഫ് വർക്ക് ചെയ്തിരിക്കുകയാണ്. വശങ്ങളെല്ലാം ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷികളൊന്നും കിടക്കാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചുറ്റും നടക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. 5 സെൻറ്റ് ഉള്ളതുകൊണ്ട് ധാരാളം സ്പേസോട് കൂടി തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി നേരെ ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോകാം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഏകദേശം ഒരു 12.5 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഫാൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. കബോർഡ് കൊടുത്തിട്ടുണ്ട്. വിത്ത് മിററോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ ബാത്റൂമിലേക്ക് വരാം. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. മിററും ലൈറ്റും വരാനുണ്ട്. സെറയുടെ ഒരു ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റാണ്.
താഴെ ഗ്രിപ്പുള്ളൊരു മാറ്റ് ടൈലാണെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള മാറ്റ് ടൈലാണ് ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുള്ളത്. ഫൈബർ ഡോറുമാണ് ഇതിന് വന്നുള്ളത്. പിന്നെ നമ്മൾ നേരെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് വേണം, സ്റ്റെയറിലേക്ക് വരാം. സ്റ്റെയറിൻ്റെ സ്പേസിലായിട്ട്, അതായത് സ്റ്റെയർ കയറുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയായിട്ട് നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഇൻവെർട്ടറും മറ്റുമൊക്കെ നമുക്ക് താഴെ വയ്ക്കാനുള്ളൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയും സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. മേലേക്ക് കയറാം. സ്റ്റെയർ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ലെപ്പുത്ര ഗ്രാനൈറ്റാണ് വന്നുള്ളത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വന്നിട്ടുണ്ട്. 304 സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് സ്ലൈഡിങ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. അപ്പർ ലിവിങ് സ്പേസിലേക്ക് എത്തി. ഈ സ്പേസിലും ടി വി വയ്ക്കാനുള്ളൊരു പവർ സോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കോക്കറി ഷെൽഫും അല്ലെങ്കിൽ ഒരു ക്യൂരോ ക്യാബിനറ്റും ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് വരാം. നമ്മൾ അപ്പർ ലിവിങ് സ്പേസിൽ ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 14 അടി നീളവും 12 അടി വീതിയിലുമാണ്. നല്ല കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇതിന് ഒരു എക്സോസ്റ്റിനുള്ളൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. മിററും ലൈറ്റും വരാനുണ്ട്. ഇപ്പം സെറായുടെ ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, സിംഗിൾ പീസ് ക്ലോസറ്റാണ് വന്നുള്ളത്. താഴെ മാറ്റ് ടൈല്, ഭിത്തിയും മാറ്റ് തന്നെയാണ്. കളർ പാറ്റേൺ ഭംഗിയുള്ളൊരു കളർ പാറ്റേൺ ആണ്. ഫൈബർ ഡോറും കൂടിയാണ് ഇതിന് വന്നുള്ളത്. ഇനി നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് ഒന്ന് പോകുന്നത്. യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഇത് കവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അലക്കി വിരിക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ പവർ പോയിന്റ് വരുന്നുണ്ട്, വാട്ടർ പോയിന്റ് വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. പിന്നെ കോൺക്രീറ്റിൽ തന്നെയാണ് സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മേലെ വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഡ്രസ് വർക്ക് ചെയ്യണമെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് ഈ വീടിന് കിട്ടുന്നുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. 12 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. അപ്പം നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഇതിനൊരു സ്റ്റോറേജ് സ്പേസും കൂടി കിട്ടുന്നുണ്ട്. മേലായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ നമുക്കിവിടെ വെക്കാവുന്നതുമാണ്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ഒന്ന് കവേർഡ് ബാൽക്കണിയും പിന്നെ ഒന്ന് ഓപ്പൺ ബാൽക്കണിയുമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കവേർഡ് ബാൽക്കണിക്ക് ഹാൻഡിലിന് ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 304 സ്റ്റീൽ കൊടുത്തിട്ടുണ്ട്. ടഫൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ടെക്സ്ചർ വർക്കൊക്കെ വരുന്നുണ്ട്. അപ്പം നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ബാൽക്കണി വന്നുള്ളത്. ഫ്രണ്ടിൽ നല്ല സീനറിയും കാര്യങ്ങളൊക്കെയാണ്. ശാന്തമായിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ്. ഇത് നമ്മൾ നേരെ കവേർഡ് ബാൽക്കണിയിൽ നിന്നും ഓപ്പൺ ബാൽക്കണിയിലേക്ക് വന്നു. ഇതിൻ്റെ ടൈൽ പാറ്റേൺ തന്നെ മാറ്റമുണ്ട്. മാറ്റ് ടൈലാണ് വന്നുള്ളത്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഊഞ്ഞാലൊക്കെ ഇട്ട് ഇരിക്കാവുന്ന നല്ലൊരു സ്പേസും കൂടിയാണ്. ഇവിടെയായിട്ട് പ്ലാന്റ് ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ചെടികളൊക്കെ വരാൻ നേരത്ത് കുറച്ചും കൂടി ഭംഗിയാവും ഈ എലിവേഷൻ. അപ്പം മനോഹരമായുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 5 സെൻറ്റാണ് ലാൻഡ് ഏരിയ വരുന്നത്. 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് വരുന്നുണ്ട്, വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ 1, 2, 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. 2 വാട്ടർ സോഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 65 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.